ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നതായും കത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ഷീജയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഒടുവിൽ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെ? തീർച്ചയായും നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യമാണ്. ഗവർണർ നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു, ഒപ്പം തന്നെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ കേന്ദ്രത്തെ ഇതിന്റെ ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടി എന്ന രീതിയിൽ രാഷ്ട്രപതിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നില്ല, ഒപ്പം തന്നെ പ്രോട്ടോകോൾ ലംഘനം നിരന്തരമായി നടത്തുന്നു എന്നുള്ള വിഷയമാണ് ഈ കത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി പരാമർശിക്കുന്നത്. ഇതിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ചും ബില്ലുകളുടെ സാഹചര്യമാണ്. അതായത് ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ നിരന്തരമായി സ്വീകരിക്കുന്ന നടപടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന, സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നത്. ഗവർണർ നിയമസഭ പാസാക്കി 2 വർഷം കഴിഞ്ഞിട്ടും ബില്ലുകൾ ഒപ്പിടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലൂടെ സംസ്ഥാനത്തിന്റെ ഭരണം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുമ്പോൾ ഈ വിശദീകരണം അത് മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി നൽകുന്നു. എന്നാൽ പോലും അതിൽ തൃപ്തി രേഖപ്പെടുത്താതെ അതിലുള്ള പ്രതികാര നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല ഗവർണർ. അതിനൊപ്പം തന്നെ പ്രോട്ടോകോൾ ലംഘനം പലയിടത്തായി, പ്രത്യേകിച്ചും അതായത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുടെ, പ്രത്യേകിച്ചും കേരള സർവകലാശാലയുടെ സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്തേക്ക് ഇറങ്ങിപ്പോകുന്നു വാഹനം നിർത്തി. അതോടൊപ്പം തന്നെ കോഴിക്കോട് സർവകലാശാലയിൽ വലിയ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ സുരക്ഷ എല്ലാ വിധത്തിലുള്ള പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ സമഗ്രമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.